ഇനി മന്ത്രി ഗണേഷ് കുമാറിന്റെ പ്രതികരണമാണ്. ആചാരങ്ങൾ പാലിക്കാൻ കഴിയുന്നവർ മാത്രം ക്ഷേത്രങ്ങളിൽ പോയാൽ മതി എന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറയുന്നു. അദ്ദേഹം മന്ത്രി എന്നുള്ള നിലയിലാണോ NSS ഡയറക്ടർ ബോർഡ് അംഗം എന്നുള്ള നിലയിലാണോ പ്രതികരിച്ചതെന്ന് മാത്രമേ അറിയാനുള്ളൂ. ഭക്തൻ എന്നുള്ള രീതിയിലാണോ? ഓരോ ക്ഷേത്രത്തിനും ഓരോ ആചാരമുണ്ട്. ഭരണാധികാരികൾക്ക് മാറ്റം വേണമെന്നുണ്ടെങ്കിൽ തന്ത്രിയുമായി കൂടി ആലോചിക്കാമെന്നും കെ ബി ഗണേഷ് കുമാർ പറയുന്നു. ഞാൻ എൻ്റെ അഭിപ്രായം പറയുള്ളൂ. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ വിമർശിക്കാനോ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ ഇത് പറ്റുന്നത്. എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഓരോ ക്ഷേത്രങ്ങൾക്കും ഓരോ ദേവാലയങ്ങൾക്കും, അത് ഹിന്ദു ക്ഷേത്രങ്ങളെന്ന് മാത്രമല്ല ക്രിസ്തുമത ദേവാലയങ്ങൾക്കും ഇസ്ലാം മത ദേവാലയങ്ങൾക്കും അതിൻ്റെതായ ആചാരങ്ങളുണ്ട്. അതനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അല്ലെങ്കിൽ അങ്ങോട്ട് പോകണ്ട. ഇപ്പം ഞാനൊരു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ഷർട്ട് അഴിച്ചാലേ കയറാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ അത് അഴിക്കാൻ ഞാൻ സന്നദ്ധനാണെങ്കിൽ അവിടെ പോയാൽ മതി. അവിടെ പോയി വഴക്കുണ്ടാക്കാൻ പോകേണ്ട കാര്യമില്ലല്ലോ. എന്തായാലും ഇതൊരു വിവാദമായി ഒരുപക്ഷെ പുരോഗമിച്ചേക്കാം. സ്വാമി സച്ചിദാനന്ദന്റെ അഭിപ്രായം പറയുന്നു, സുകുമാരൻ നായർ അതിനെ എതിർക്കുന്നു. സ്വാമി ചിദാനന്ദപുരിക്ക് വേറൊരു അഭിപ്രായമുണ്ട്, ഗണേഷ് കുമാറിന് അഭിപ്രായമുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഈ കാര്യം ചർച്ച ചെയ്യുമെന്ന് പറയുന്നു. പക്ഷേ ഇതിൽ ആദ്യം പറഞ്ഞപ്പോൾ തന്നെ ഇത് ശ്രീനാരായണീയ ക്ഷേത്രങ്ങളിൽ പോലും ഇതിങ്ങനെ നടക്കുന്നുണ്ട്. അവിടെയുള്ള മാറ്റങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് എന്നുള്ള രീതിയിലുള്ള വിശദീകരണമൊക്കെ പിന്നീട് മന്ത്രി VN വാസവൻ നടത്തിയിരുന്നു. ഏതായാലും ഈ ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അനാവശ്യമായ വിവാദങ്ങൾ കേരളത്തിൽ ഉണ്ടാകേണ്ട കാര്യമില്ല എന്നാണ് തോന്നുന്നത്. ഇതിനു മുമ്പ് ഉണ്ടായതിന്റെ പരുക്ക് സമൂഹത്തിൽ പല രീതിയിൽ ഉണ്ടായതാണ്. അതുകൂടി കണക്കിലെടുത്തായിരിക്കും ഒരുപക്ഷെ ഗണേഷ് കുമാറിന്റെ ഈ പ്രതികരണമെന്ന് തോന്നുന്നു.